വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റ് മോർണിംഗ് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കർട്ടൻസ് നീക്കിയിടുക, പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുകയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. ഇതൊക്കെ എന്നും ചെയ്യണ കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാത്തത്. കാരണം ഇപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോയിലായിട്ട് ഈ ബെഡ് മേക്ക് ചെയ്യണതൊന്നും അങ്ങനെ എല്ലാ വീഡിയോയിലും കാണിക്കണില്ലല്ലോ. അപ്പോൾ കാരണം ഇങ്ങനെ റിപ്പീറ്റായിട്ട് എല്ലാത്തിലും ഈ സെയിം കാര്യം തന്നെ കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ടൊരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം രാവിലെ ഈ ചായ കുടിക്കണതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചുടുവെള്ളമാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് വെള്ളം തന്നെ ആക്കും. അങ്ങനെയാണ്. ശരിക്കും എനിക്കതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് തന്നെ എല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് ആ ഒരു ഭയങ്കര പ്രഷറിൽ ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മടുക്കും. അപ്പോൾ അതിനേക്കാളും നല്ലതിങ്ങനെ കുറച്ചായിട്ട് ചെയ്യണതും ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണതൊക്കെ അല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം ഒരു 2 ആഴ്ച തീരെ രാവിലെ ചായ ഒന്നും കുടിക്കലില്ലേനു. ഇപ്പോൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മാസം ഫുള്ളായിട്ട് കുടിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എപ്പോഴെങ്കിലും നമുക്കൊരു ബോധം വരുമ്പോൾ കുടിക്കാതെ നിന്നാൽ അത്രയും നല്ലതല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് മെല്ലെ. രാവിലെ ചായ കുടിക്കുന്നത് അത്ര വലിയ തെറ്റുള്ള കാര്യവും വലിയ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അതുകൊണ്ടല്ല ഞാനങ്ങനെ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇതില്ലാതെ പറ്റൂല എന്നുള്ളൊരവസ്ഥ വരാതെ നിന്നാൽ മതി. നമുക്ക് രാവിലെ നീച്ചാൽ എന്തായാലും ചായ കുടിക്കണം, അതില്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ കഴിയൂല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാലൻസ് ആയിട്ട് പോകണമെന്ന് വിചാരിക്കണേ. ഇന്നിപ്പോൾ എനിക്ക് ഒരു ഫ്രെയിമിൻ്റെ വർക്ക് ഉണ്ട്, പിന്നെ കുറച്ച് പോളറോയിഡ്സ് സെറ്റ് ചെയ്യാനുണ്ട്, ഒരു റിംഗ് ആൽബം ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രെയിമാണ് കേട്ടോ ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം ഇത് സാധാരണ ചെയ്യണ പോലെയല്ല, കുറച്ചൊരു മെനക്കേടുണ്ട്. സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്യാനും പിന്നെ കുറച്ച് ഫോട്ടോസ് അങ്ങനെ ലേഔട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ചെയ്തു വെക്കാമെന്ന് കരുതി. ഈ ഒരു ഫ്രെയിമിലേക്ക് തന്നെ ഒരു റിംഗ് ആൽബം കൂടെ വേണം കേട്ടോ. ഇതിങ്ങനെ രണ്ടും കൂടെ ഒരു സെറ്റായിട്ട് കൊടുക്കാനാണ്. അപ്പോൾ അതും ഇന്ന് ചെയ്യണം. I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life. A5 സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു വുഡൻ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നെ ഫ്രെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഫോട്ടോസൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്യാണ്. ഇതിൽ 2 ഫോട്ടോ ആഡ് ചെയ്യാനുള്ളൂ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഏകദേശം ഒരളവിൽ സൈസ് നോക്കിയിട്ട് അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു A5 ഫ്രെയിമിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കൊരു കറക്റ്റ് മെഷർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് പ്രിൻ്റ് ചെയ്യാന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേസിലായിട്ട് ഞാനൊരു ബീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു സെൽഫ് പ്രിൻ്റുള്ള പാറ്റേൺ പേപ്പറാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് ഫസ്റ്റ് ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാര്യം അതിൽ വെച്ചിട്ടാണ് ഇനി ബാക്കി ഫോട്ടോസും സ്റ്റിക്കേഴ്സും ഒക്കെ ഓക്കെ അല്ലേ സൈസ് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ലേഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഫ്രെയിമിൻ്റെ ബാക്ക് പോർഷൻ്റെ ആ ഒരു കറക്റ്റ് സൈസിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക് പോർഷനിൽ തന്നെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ടും ലേഔട്ട് ചെയ്യാം. പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ആ ഒരു പൊടി ഇങ്ങനെ ചെറുതായിട്ട് പോരും, ഇങ്ങനെ അടർന്നു പോരുന്ന പോലെ. അപ്പോൾ നമ്മൾ അതിന്മേൽ വെച്ചിട്ട് ഫോട്ടോസ് കുറേ നേരിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ആ ഒരു പൊടിയായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ഫ്രെയിം ഞാൻ ഹൊറിസോണ്ടലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. ഫോട്ടോസ് അത്യാവശ്യം സൈസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് എനിക്കൊന്നും കൂടെ രസമായിട്ട് തോന്നിയത് വെച്ച് നോക്കിയപ്പം. മറ്റേതാവുമ്പോൾ ഇങ്ങനെ കുത്തിത്തിരിക്കി വെച്ച പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോട്ടോൻ്റെ അളവ് ചെറുതാക്കണം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനെയല്ലേ. പിന്നെ ഞാൻ ഇതേപോലെ കുറച്ച് വീഡിയോസൊക്കെ ഇതൊക്കെ ഞാൻ മുന്നേ എടുത്ത വീഡിയോ ആണ്. അതേപോലെ കുറച്ച് മുന്നേ എടുത്ത ഈ ഫെബ്രുവരി ജനുവരിയിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വ്ളോഗ്സ് ഓൾറെഡി ഇന്ത്യയിലുണ്ട് കുറച്ച്. അപ്പോൾ അത് ഇനിയിപ്പം നോമ്പൊക്കെ ആവാനായില്ലേ, അപ്പോൾ നോമ്പിന് ആ ഒരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ നോമ്പ് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ എന്നുള്ളത് പറയണം. കാരണം അതിലിപ്പോൾ ഇങ്ങനെ ഫുഡ് കഴിക്കണതും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു നോർമൽ ഡേ അല്ലേ. അപ്പം നോമ്പിന് അതൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ചിലവർ വിചാരിക്കുമല്ലേ നോമ്പിന് എന്താ
നോമ്പ് ഒൽക്കലില്ലേ ഇതൊക്കെ ഇടണേന്ന് കരുതൂലേ. നമ്മൾ ഇങ്ങനെ മെൻഷൻ ചെയ്യും നോമ്പിന് മുന്നേ എടുത്ത റമദാന് മുന്നേ എടുത്ത വീഡിയോ ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്യലുണ്ട് അങ്ങനെ ഇടുമ്പോൾ. പക്ഷെ എന്നാലും ചിലവർ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോമ്പ് നോൽക്കലില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഇപ്പോൾ ഇടണോ ഇത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ പറയണ പോലെ ചെയ്യാം. അങ്ങനെ ഇതാ ഞാനിപ്പം എല്ലാം ലേഔട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ എല്ലാം ഗ്ലൂ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് മാത്രം ഡബിൾ സൈഡഡ് ടാപ്പും ബാക്കിയൊക്കെ ഫെവിഗോളും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പോയിട്ട് ഈ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നുമില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രെയിമിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ടൈപ്പ് ഫ്രെയിംസ് ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇല്ലാതെയും ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിപ്പോയ ഫ്രെയിംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഈ ഒരു ടൈപ്പിൽ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിക്കേഴ്സും ഒക്കെ വെച്ചിട്ട് ലേഔട്ട് ചെയ്തിട്ടും ചെയ്യാം. അത് കാണാൻ നല്ല രസമായിട്ട് തന്നെ ഉണ്ടാവും. സാധാരണ ഫോട്ടോ മാത്രമല്ലല്ലോ, ഇങ്ങനെ കുറച്ചധികം സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിലും. അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഈ ഒരു ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ കൊറിയർ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്യണം. കാരണം ഏത് വലിയ കൊറിയർ ഓഫീസാണെന്ന് പറഞ്ഞാലും എന്തായാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയണുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഇതിൻ്റെ ഈ ഒരു 4 കോർണർ ഉണ്ടല്ലോ, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചതല്ലേ ഏതൊരു ടൈപ്പ് ക്ലിപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഗ്ലാസ് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു കോർണർ വിട്ടു പോകും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എന്ന് കൂടെ പറയണേ. അങ്ങനെ ഇതാ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടില്ലേ കാണാൻ, എനിക്കിഷ്ടമായി. പിന്നെ എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ അതിൻ്റെ ബോക്സിലാക്കി വെച്ചിട്ട് ഞാൻ ഡെസ്കൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സ്ക്രാപ്പ് ബുക്ക് ചെയ്ത പോലെ ഉണ്ട് ഡെസ്ക് കാണാൻ, അത്രയും സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോളറോയിഡ്സ് കുറച്ച് കട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യണേ. ഇതൊക്കെ കുറച്ചൊരു സമയം എടുക്കുന്ന കാര്യമാണല്ലോ. അങ്ങനെ പിന്നെ ക്രിയേറ്റീവായിട്ട് ആലോചിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലും ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യലുള്ളത്. ചാർജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഈ പോളറോയിഡ്സ് ഒരു ഷീറ്റ് കട്ട് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നു. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ, ഈ ഒരു പോളറോയിഡ്സ് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്ത് കുറച്ചൊരു ടൈം കുറഞ്ഞ്, അതായത് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തീരുന്നല്ല, പക്ഷേ ആദ്യത്തേനേക്കാളും കുറച്ചും കൂടെ ഞാൻ ഫാസ്റ്റ് ആയിട്ടുണ്ട് ചെയ്യാൻ. അതങ്ങനെ തന്നെയല്ലേ എല്ലാ കാര്യവും. നമ്മളിങ്ങനെ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ടൈം കൺസ്യൂം ചെയ്യുമെങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊക്കെ എളുപ്പമാവും. പിന്നെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് വേഗം ചെയ്യാനും പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു ട്രിമ്മറിലൊക്കെ ചെയ്യുമ്പോൾ കൈയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാൽ ഫോട്ടോ കട്ടായി പോവും. പിന്നെ ആ ഒരു കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ കത്രിക യൂസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നല്ലോണം നോക്കിയിട്ട് സമയം എടുത്തിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. നമ്മൾ ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിലും പെർഫെക്ഷനിലും നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് പിന്നെ ഒരു ഓർഡർ തരില്ല. എനിക്കധികവും ഞാൻ കൊടുത്ത കസ്റ്റമേഴ്സ് തന്നെ റിട്ടേൺ കസ്റ്റമേഴ്സായിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരലുണ്ട്. രണ്ടാമതും ഓർഡേഴ്സ് തരലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ട് വാങ്ങുമ്പോൾ റോൾ ചെയ്തിട്ടല്ലേ, നമ്മൾ ഒരു ഷീറ്റോ 2 ഷീറ്റോ ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ റോൾ ചെയ്തിട്ടാണ് തരിക. ഒന്നൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ജസ്റ്റ് റോൾ ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ടല്ലേ തരിക, വലിയ കവറൊന്നും തരില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റോൾ ചെയ്തിട്ടുള്ള ഷീറ്റും കൊണ്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ അത് റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്തിട്ട് ഒരു ബെഡിൻ്റെ താഴെയോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ബുക്ക് അതിന് മുകളിൽ വെച്ചിട്ടൊക്കെ ഒന്ന് നിവർത്തി വെക്കുക, മേശമേലോ എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നിവർന്നിട്ടുണ്ടാവും. ആ ഒരു റോൾ ചെയ്തിട്ടുള്ള ആ ഒരു
ചുരുണ്ടതൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാതെ നമ്മൾ എപ്പോഴാണോ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്, ചിലപ്പോൾ ഇന്ന് പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ നാളെയോ മറ്റന്നാളേക്കോ അല്ലേ ചിലപ്പോൾ ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിത് നിവർത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചധികം പണിയാണ് അതൊന്ന് നേരെയാക്കാൻ. ചിലപ്പോൾ ചിലവർ നേരെ അങ്ങനെ ശരിക്കും ആക്കുന്ന പോലും ഉണ്ടാവില്ല. ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ആ ഒരു ഫോട്ടോക്ക് ഒരു വളവ് പോലെയൊക്കെ ഉണ്ടാവും. വളവല്ല, ഇങ്ങനെ കുഴിഞ്ഞ് നിൽക്കുന്ന പോലെയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും കസ്റ്റമേഴ്സിന് കിട്ടുമ്പം അത് അതിൻ്റെ ഒരു വൃത്തിയിൽ കൊടുക്കണ്ടേ. പിന്നെ പോളറോയിഡ്സ് ഒക്കെ ആകുമ്പോൾ ഓരോ സിംഗിൾ ഫോട്ടോ അവരങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ചോദിക്കണേ, നമ്മളത് വേറെ എവിടെ സ്റ്റിക്ക് ചെയ്യണില്ലല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ബ്ലാക്ക് ലൈൻസ് കൊടുത്തിട്ടാണ് പോളറോയിഡ്സ് എഡിറ്റ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ കട്ട് ചെയ്യുമ്പം ആ ഒരു ലൈന് അധികം കാണാതെ ചിലപ്പോൾ ചെറിയ രീതിയിൽ കാണും. അത് ഈ ട്രിമ്മറൊന്നും ഇല്ല, കത്രിക മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ഉള്ളൂന്നുണ്ടെങ്കിലും സാരമില്ല. നിങ്ങൾ വലിയ രീതിയിൽ അത് കണ്ടിട്ട് അങ്ങനെ ബോറാവുന്ന രീതിയിൽ കൊടുക്കരുത്. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പം കത്രിക യൂസ് ചെയ്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ ഫോട്ടോക്കും ഓരോ സൈസായിരിക്കും. അത് നമ്മളങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞു പോയാലും നമ്മൾ ആ ഒരു ലെവലിൽ കട്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് ചെറുതാവുമല്ലോ, ആൻഡ് മറ്റേത് ചിലപ്പോൾ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ചെറിയ രീതിയിലാണെങ്കിൽ പ്രശ്നമല്ല, പക്ഷേ വലിയ ഡിഫറൻസ് ഓരോ ഫോട്ടോ തമ്മിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ എന്ത് പർപ്പസിനാണോ വാങ്ങിയിട്ടുള്ളത് അതിക്ക് ചിലപ്പം അത്ര ഒരു സ്യൂട്ടായിട്ട് വരില്ല. അപ്പം വോളിലൊക്കെ സ്റ്റിക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ സൈസ് ആകുമ്പോഴല്ലേ ആ ഒരു പാറ്റേൺ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഓരോന്നും ഓരോ സൈസ് ആകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും കൂടെ നോക്കണം. പിന്നെ മെയിനായിട്ട് നോക്കേണ്ട കാര്യം, നമ്മൾ എഡിറ്റ് ചെയ്യണ സമയത്ത് ഫോട്ടോ കറക്റ്റായിട്ട് കാണുന്നില്ലേ എന്നൊക്കെ നോക്കണം. ചിലപ്പോൾ തല കട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ പറയണത്. സ്നാപ്പിലെടുത്ത ഫോട്ടോസൊക്കെ ആകുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഫോട്ടോസൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിലേക്ക് ഫിറ്റ് ആക്കണം. അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാവും മനസ്സിലാവുക ഫോട്ടോ ഫേസ് ഫുള്ളില്ല, കൈയില്ല, കാലില്ല എന്നൊക്കെ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ കംപ്ലീറ്റ് ഫോട്ടോസും കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ബോക്സസും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ചധികം ബോക്സ് വേണം എനിക്ക് ഇതിനും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് 2-3 ഷീറ്റും കൂടെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ബോക്സ് ചെയ്യുകയാണ്. ഈ ഒരു ഷീറ്റ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റിൽ എത്രയാണോ കിട്ടുന്നത് അത്രയും ഞാൻ ഒരു സമയം തന്നെ ചെയ്യും. ആദ്യമൊക്കെ ഞാൻ ഓരോന്നാണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെയാണ് ഇങ്ങനെ ഒരുമിച്ച് ഒരു ഷീറ്റിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് ഞാൻ എത്ര സമയം വെറുതെ വേസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ കുറേ സമയമാണല്ലോ, ഓരോന്ന് അളവെടുത്തിട്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ മുകളിൽ താഴേക്ക് അളവെടുത്തിട്ട് വലിയ സ്കെയിൽ കൊണ്ട് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അളവൊക്കെ നോക്കിയിട്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് സ്കോർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് സ്കോർ ചെയ്യണത്. ഈ ഒരു ഇരുമ്പിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ സ്കോർ ചെയ്യുക. പക്ഷേ സൈഡിൽ നമ്മളിങ്ങനെ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്കെയിലും കൂടെ വേണമല്ലോ. അത് നമ്മൾ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെതുമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ വരച്ച് ആ ഒരു സ്കെയിലിൻ്റെ തുമ്പിലൊക്കെ ഇപ്പോൾ പൊടിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ഇപ്പോൾ ഒരു വരക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റേ കുഴിയുള്ള റോഡ് കൂടെ പോണ പോലെയാണ് കേട്ടോ. തീരെ സ്ട്രൈറ്റ് അല്ല, ഒക്കെ ഇങ്ങനെ വളവും ചെരിവും കുഴിയൊക്കെ ആയിട്ടാണ്. അങ്ങനെ അതും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആവശ്യാനുസരണം എടുത്തിട്ട് ബോക്സ് ആക്കിയേ ഉള്ളൂ. പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷായി ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വന്നിട്ട് ആ ഒരു പോളറോയിഡ്സ് ഉണ്ടല്ലോ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത്, അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് അപ്പം തന്നെ ചെയ്യുകയാണ്. കാരണം ചിലപ്പോൾ അങ്ങനെ ഫാൻ ഇടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഒക്കെ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ ഇടയിൽ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് വീണാൽ മതി. പിന്നെ ലാസ്റ്റ് അത് എവിടെ നോക്കലായിരിക്കും പണി. അതുകൊണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ച് അപ്പം തന്നെ ബോക്സ് ആക്കി വെക്കലുണ്ട് കേട്ടോ. പോളറോയിഡ്സ് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ അതിലിടും. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ചെയ്യാണ്. ഇങ്ങനെ ബോക്സിനുള്ള പാറ്റേൺസ് ഓൾറെഡി കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാനല്ലേ ഉള്ളൂ. ബോക്സ് റെഡിയാക്കിയിട്ട് മുകളിലായിട്ട് ഞാൻ ഈ ഒരു പോളറോയിഡും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് നേരം ബുക്ക് വായിക്കാമെന്ന് കരുതി. കാരണം രാവിലെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയതല്ലേ, ഇനിയും ഉണ്ട് എനിക്ക് പോളറോയിഡ്സ് കട്ട് ചെയ്യാനും 2 റിംഗ് ആൽബം ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം മടുക്കും. സെയിം വർക്ക് അല്ലേ വീണ്ടും വീണ്ടും ചെയ്യണത്. പോളറോയിഡ്സ് ഒക്കെ ഇനിയും കട്ട് ചെയ്യാനിരിക്കാന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു മടുപ്പ് വരും. പിന്നെ അങ്ങനെ മടുത്തിട്ട് നമുക്ക് മതിയായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്തായാലും വർക്കിലുണ്ടാവും, ഒരു ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം ഉറങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണും, അല്ലെങ്കിൽ ബുക്ക് വായിക്കും. ഇങ്ങനെ ഏതെങ്കിലും തന്നെയാണ് ചെയ്യൽ. അങ്ങനെ കുറച്ച് നേരം ബുക്ക് വായിച്ചു, കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തത്. ഇതിപ്പോൾ സ്നാക്കായിട്ട് സേമിയ ഉണ്ടല്ലോ, അതിങ്ങനെ ജസ്റ്റ് പാലിൽ വരട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കുറുക്കിയെടുക്കൂലേ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, അങ്ങനെ ഉണ്ടാക്കിയതിന് ഉമ്മ. അപ്പം അതും ചായയും കുടിക്കുകയാണ്. പിന്നെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരത്തെ ഒരു ഫ്രെയിം ചെയ്തില്ലേ ഞാൻ രാവിലെ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെക്കാനുള്ള ആ റിംഗ് ആൽബാണ് കേട്ടോ ചെയ്യണത്. ഇതും സാധാരണ ചെയ്യണ അങ്ങനെയല്ല, കുറച്ച് കോഡ്സും സ്റ്റിക്കേഴ്സും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിംഗ് ആൽബം തന്നെ, പക്ഷെ അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണം, അങ്ങനെ സിമ്പിളായിട്ട്. ഇത് ഞാൻ ചെറിയൊരു പരീക്ഷണം നടത്തിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അതായത് ഫോട്ടോ നമ്മൾ സാധാരണ റിംഗ് ആൽബം ചെയ്യുമ്പോൾ സാധാരണ ഉള്ള പോലെ തന്നെയല്ലേ സെറ്റ് ചെയ്യുക, 4 സൈഡും ഇങ്ങനെ കോർണറൊക്കെ നോർമലായിട്ട് തന്നെ. പക്ഷേ ഇത് ഞാൻ 4 ഫോട്ടോന് 4 കോർണറും ഒന്ന് കേർവ് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻവയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ റിംഗ് ആൽബം ചെയ്യുമ്പോൾ ചിലപ്പോൾ റിംഗ് ആൽബം കേർവ് ചെയ്ത് കൊടുക്കും, ആ ഒരു ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് കേർവ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഫോട്ടോ അങ്ങനെ ചെയ്യലില്ല. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഞാൻ വേറെ എവിടെയും അങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ രസമുണ്ട് കേട്ടോ, സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമായിട്ട് തന്നെ കിട്ടി. ഇതിൽ ഓരോ ഫോട്ടോൻ്റെയും താഴെയും ഓരോ കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു ഓർഡറിൽ തന്നെ കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു മോള് അമ്മക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ അതിൽ ഓരോ ഫോട്ടോക്കും ഓരോ കോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ റിംഗ് ആൽബം ചെയ്യുമ്പം കോട്ട്സ് കൊടുക്കലുണ്ട്, പക്ഷെ അത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് മീൻസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയാണല്ലോ പ്രിൻ്റ് ചെയ്യലുള്ളത്. പക്ഷേ ഇത് എക്സ്ട്രാ സ്റ്റിക്കേഴ്സായി പ്രിൻ്റ് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുക ചെയ്യണത്. അങ്ങനെ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു കോഡ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് കട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. കാരണം സൈസ് നല്ലോണം ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് എന്നൊക്കെ തോന്നിയ ഒരു സൈസ് തന്നെയാണ്. ഞാനിങ്ങനെ ഏകദേശം ഈ ഒരു ഫോട്ടോൻ്റെ താഴെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ ആ ഒരു സ്റ്റിക്കർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടെ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങാനും വലുതായി പോവോ എന്ന് പേടിച്ചിട്ട്. വലുതായി പോകുമ്പോഴല്ലേ പ്രശ്നം, ചെറുതാവുമ്പോൾ പ്രശ്നമല്ലല്ലോ, നമുക്ക് ഉള്ളിൽ എന്തായാലും വെക്കാൻ പറ്റുമല്ലോ. ആ ഒരു ചിന്തയിലാണ് ഞാനതങ്ങനെ ചെറുതാക്കി പ്രിൻ്റ് ചെയ്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല ചെറുതായിട്ട് ഇതിൽ എഴുതിയിട്ടുള്ള മെസ്സേജ് ശരിക്കും വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ചിലതൊക്കെ ലോങ് ടെക്സ്റ്റാണ്. അപ്പോൾ അത് ലോങ് ടെക്സ്റ്റ് ഓൾറെഡി കുറച്ച് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴേ, അതായത് ഇതിൻ്റെ ഒരു സൈസിലാക്കുമ്പോഴേ കുറച്ച് അടുപ്പിച്ചിട്ടാണല്ലോ വരിക. നമ്മളത് അതിൻ്റെ പുറമെ ചെറുതായും കൂടി ചെയ്തപ്പോൾ വായിക്കാൻ പറ്റണില്ല, അങ്ങനെ കാണുന്നില്ല. പിന്നെ കുറച്ച് നേരം എന്താ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനി നാളെയൊക്കെ പോയിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് ഇത് മാത്രം വേറെ ഏതെങ്കിലും ഷീറ്റിൽ ആഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത് കട്ട് ചെയ്ത സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ഇങ്ങനെ കേർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഷീറ്റിനായിട്ട് ഹോൾട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ റിങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. റിങ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായി പോവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ മിസ്സായി പോവും ഏതെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ റിങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ പിന്നെ ഞാൻ ഓരോന്ന് നുള്ളിപ്പെറുക്കി എൻ്റെ ആ ഒരു ഡ്രോയറിലേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം തന്നെ വേറൊരു റിംഗ് ആൽബം കൂടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതും കൂടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പോളറോയിഡ്സും കൂടെ ഉണ്ട് കേട്ടോ.
എനിക്കുണ്ടല്ലോ ഇങ്ങനെ വർക്കൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ കിട്ടുക. ഇപ്പോൾ ഒരാഴ്ച എനിക്കൊരു വർക്കും ഒരു ഓർഡറൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കയറും. ഒരാളല്ല തരിക, പല ആൾക്കാരായിട്ട് തന്നെ. പക്ഷേ കിട്ടുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് കയറും. പിന്നെ ഒന്നിൻ്റെയും വീഡിയോ എടുക്കാനും അത് ചെയ്യാനും ഒന്നിനും ഒരു സമയമില്ലാത്ത പോലെ എല്ലാം കൂടെ ഒരു തിരക്ക് കൂട്ടിയിട്ട് കാര്യം ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു വർക്കും ഒരു ഓർഡറും കിട്ടൂല. അപ്പം അങ്ങനെ വെറുതെ നിൽക്കലിന് കാരണം എനിക്കറിയില്ല കേട്ടോ, എനിക്ക് മാത്രമാണോ അങ്ങനെ അതോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. കിട്ടുമ്പോൾ എല്ലാം ഒരുമിച്ച് കിട്ടും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും. ചില വർക്കൊക്കെ നമ്മളിങ്ങനെ കിട്ടിയിട്ട് വേണം യൂട്യൂബിന് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ എടുക്കാനെന്നൊക്കെ ചില ഹാമ്പേഴ്സിൻ്റെതൊക്കെ ഇങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കാരണം ഏതിൻ്റെങ്കിലൊക്കെ ഇടയിലായിട്ട് ഇങ്ങനെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട രീതിയിലൊക്കെയാണ് കിട്ടുക. അപ്പോൾ പിന്നെ അത് യൂട്യൂബിനുള്ള വീഡിയോ പോയിട്ട് ഇൻസ്റ്റയിൽ റീലായിട്ട് ഇടാനുള്ള വീഡിയോ എടുക്കാൻ തന്നെ ആകെ ഇടങ്ങാറായിട്ടേ കാര്യം എടുക്കുക, സമയം ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോ അങ്ങനെ മിസ്സായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ വിചാരിച്ചൊന്നും യൂട്യൂബിന് വേണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ അതോ ഓർഡേഴ്സൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കുറേ ടൈം ഉണ്ടാവലുണ്ടോ എന്നൊക്കെ പറയണേ. അങ്ങനെ ഞാനത് ആ റിംഗ് ആൽബത്തിനുള്ളതും പോളറോയിഡ്സിനുള്ളതും രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിംഗ് ആൽബത്തിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ എനിക്ക് പോളറോയിഡും ഡെലിവറി ചെയ്യേണ്ടത്. ഒരു കസ്റ്റമറിനുള്ളത് തന്നെയാണ്, ഒരു സെറ്റ് മാത്രം. ഇത് 300 GSM ആയതുകൊണ്ട് നമുക്ക് 2 ഷീറ്റ് ഒരുമിച്ചിട്ട് ഹോൾ ഇടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കയ്യിന് നല്ല സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കട്ടി കുറഞ്ഞ ഷീറ്റാണെങ്കിൽ 2 ഷീറ്റും 3 ഷീറ്റൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഹോൾ ഇടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു റിംഗ് ആൽബത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച പോളറോയിഡ്സ് ബോക്സിലാക്കണം, സ്റ്റിക്ക് ചെയ്യണം, അതൊക്കെ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യണത് നാളെ ഈ സാധനങ്ങളൊക്കെ കൊറിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ രാവിലെ തന്നെ എല്ലാം കൂടെ ഒരു തിരക്കേ കാരം. അപ്പോൾ അഡ്രസ്സ് എഴുതാനോ ഒന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അഡ്രസ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ നേരത്തെ തന്നെ എഴുതി വെക്കാമെന്ന് കരുതി. അധികവും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. കാരണം ഓൾറെഡി നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, അതുണ്ടാവില്ല. കാരണം ബോക്സിൻ്റെ ബാക്കിലും ഈ ഒരു അഡ്രസ്സിലുള്ള പേര് നമ്മൾ വാട്സപ്പ് നോക്കിയിട്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മാറുന്ന പ്രശ്നമൊന്നും വരില്ല. പിന്നെ പാക്ക് ചെയ്യണ സമയത്താണെങ്കിലും ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം അടുത്ത പ്രോഡക്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാം ആദ്യം ഒരുമിച്ച് പാക്ക് ചെയ്ത് വെച്ച് പിന്നെ എല്ലാം ലാസ്റ്റ് ഒരുമിച്ച് അഡ്രസ്സ് ഒട്ടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. എനിക്കും ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, മാറി അയച്ചിട്ടുണ്ട്. അഡ്രസ്സ് എഴുതിയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചത് മാറിയതാണ്. എങ്ങനെയാണ് വന്നത് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷേ മാറിയിട്ടാണ് പോയത്. അത് ഒന്ന് കൊല്ലവും ഒന്ന് കർണാടകയോ അങ്ങനെ എന്തായാലും ഔട്ട് ഓഫ് കേരളയായിരുന്നു. പിന്നെ 2 കസ്റ്റമേഴ്സും അത്യാവശ്യം ഡീസൻ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കച്ചറാക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ റീസെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. റീസെൻഡ് ചെയ്യണത് നമുക്ക് ചിലവാണല്ലോ, നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം, പിന്നെയും തിരിച്ചയക്കണം. അപ്പോൾ ആ ഒരു ബോക്സൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടാവും, അതും വീണ്ടും ബോക്സൊക്കെ നമ്മൾ പാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ അയച്ചു കൊടുക്കാം കേട്ടോ ചെയ്തത് രണ്ടാൾക്കും. അഡ്രസ്സ് എഴുതി അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ കിടക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് കുറച്ച് പ്രിൻ്റ് ചെയ്യാനുള്ള, നാളെ പോകുമ്പോൾ പ്രിൻ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, മിനി പോളറോയിഡ്സ് തന്നെ. അപ്പോൾ അതും കൂടെ ക്യാൻവയിലൊന്ന് എഡിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതെന്തായാലും ഫുള്ളായിട്ടൊന്നും ഇന്ന് എഡിറ്റ് ചെയ്ത് തീരൂല, നല്ല സമയം വേണം. അപ്പോൾ കഴിയണത്രയും ഇന്ന് ചെയ്തിട്ട് ബാക്കി നാളെ നേരത്തെ എണീറ്റിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.